എല്ലാവരും എന്തെടുക്കുന്നു? ഞങ്ങളിതാ ചോറിനുള്ള പരിപാടിയിലാണ്. ഞങ്ങൾ രണ്ടുപേരുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും രാവിലെ അങ്ങ് പോരും. ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് ലേഡീസ് ഷോപ്പാണ്. അപ്പം ലേഡീസ് വേണം ഇവിടെ. ഞാൻ തന്നെ വന്നിട്ടൊരു കാര്യമില്ലല്ലോ. ലേഡീസ് വന്നു കഴിയുമ്പോഴത്തേനും അവൾക്ക് എന്നോട് ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇവളോട് ഞങ്ങൾ രണ്ടുകൂടെ അപ്പം ഒന്നിച്ചങ്ങ് പോയിരുന്നു. ഞങ്ങളിതാ ചോറിനാണുള്ള വഴി നോക്കുകയാണ്. അപ്പോൾ ഇതാ ചെമ്മീൻ, കൊഞ്ച് കറി ഉണ്ട്, സാമ്പാറുണ്ട്, മുട്ട പുഴുങ്ങിയുണ്ട്. മുട്ട പുഴുങ്ങിയ 2 എനിക്കല്ല കേട്ടോ, ഞങ്ങൾക്ക് 2 പേർക്ക് ഓരോന്നാണ്. പിന്നെ ഫുഡ് ഞങ്ങൾ എന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവേണം. ഞങ്ങളിപ്പം കട തുടങ്ങി 1 മാസത്തോളമായി. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിന് കേടാണ്. അപ്പം എന്താ, നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ വലിയ കറിയൊന്നും ഇല്ലെങ്കിലും ഉള്ളത് നമ്മൾ കൊണ്ടുവരും. അതാണല്ലോ നമുക്ക് നല്ലത്, നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ്. പിന്നെ ഇന്നിപ്പോൾ ഇതാ 2-3 ദിവസത്തെ തെളിവൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മഴയൊക്കെ തുടങ്ങുമെന്ന് തോന്നുന്നു. ആളൊന്നും വരുന്നില്ല, കുറവാണ്. ടൗണിൽ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ആളിറങ്ങും. പിന്നെ നമ്മുടെ നിലമ്പൂർ ഇപ്പോൾ ഇതാ ഇലക്ഷൻ്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുക. എല്ലാവരും നല്ല പ്രചാരണം ആണ്. ഇപ്പോൾ രാവിലേക്ക് ഇതിലെ മൈക്കൊക്കെ വെച്ച് ഇഷ്ടംപോലെ എല്ലാ സ്ഥാനാർത്ഥികളിലെ വണ്ടികൾ ഇതിലെ കടന്നുപോയി. പിന്നെ ഇന്നലെ ഇവിടെ വൈകുന്നേരം ഇവിടെ മേളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട്. പിന്നെ എല്ലാവരും എന്താ ചോറൊക്കെ ഉണ്ണാറായോ? പിന്നെ അങ്ങനെയുണ്ട് നമ്മുടെ കടയിലെ ജീവിതം 1 മാസമായിട്ട്. ഒന്നിനും സമയമില്ല. രാവിലെ അങ്ങോട്ട് വരും, രാത്രിയാണ് തിരിച്ചു വന്നത്. രാത്രി പിന്നെ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാണ് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ ഒരുമിച്ചിട്ട് തന്നെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ചേട്ടായിനോട് ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞാൽ പുള്ളി വരില്ല. പിന്നെ അങ്ങനെ പോകുന്നു, ഞങ്ങളിങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. കടയിൽ നിന്ന് സെറ്റാവണം. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. ഓക്കെ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? സമയമാവുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക, ഒരിക്കൽ കൂടി പറയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇതാ സ്ഥാനാർത്ഥികളെ പറഞ്ഞോളൂ, ഇതാ വരുന്നുണ്ട്. കേൾക്കാവോ?